അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അങ്ങേക്കറിയാമോ? എന്താണത്? നമ്മളിൽ പ്രേമം കിളിർത്തതിൽ പിന്നെ ഇന്നൊരു വർഷം തികച്ചുമായി. അത്രയ്ക്ക് അനഘമാണ് ഈ ദിവസം. കഴിഞ്ഞില്ല, കാരണം നേരം വെളുത്തു വരുന്നു. രമണൻ പറഞ്ഞു, ചന്ദ്രികയെ, ഞാനിങ്ങ് നിന്നാൽ, നേരം വെളുത്താൽ ആരാൻ എന്നെ കാണുവാനിട വന്നാൽ നീ അതെന്നാലോചിക്ക്. ഞാനിങ്ങ് ചന്ദ്രികയുടെ മനോഹരമായ രമ്യഹർമ്മ്യത്തിനടുത്തുള്ള പൂന്തോട്ടത്തിൽ നിന്നാൽ, നേരം വെളുത്താൽ ആരാൻ എന്നെ കാണുവാനിട വന്നാൽ, ഒറ്റയ്ക്കല്ല ചന്ദ്രികയോടെ തന്നെ കാണുവാനിട വന്നാൽ നീ അതെന്നാലോചിക്ക്. പിന്നെ ആലോചിക്കാനില്ല. പിറ്റേന്ന് ചന്ദ്രികയില്ല, പിറ്റേന്ന് രമണനില്ല. അവന്റെ കഥ തീർക്കും. അന്ന് വരെ പതിവ്രതാ ശിഖാമണി എന്നറിയപ്പെടുന്ന ചന്ദ്രിക ഭ്രഷ്ട നീച പതിത. പക്ഷേ രമണനും ചന്ദ്രികയ്ക്കും നേരം വിളിക്കണമെന്നില്ല. അത് തന്നെയാണ് ചന്ദ്രിക അവിടെ രേഖപ്പെടുത്തുന്നതും. പതിവില്ലാതെ ഇത്ര നേരത്തെ ഹത കുക്കുടമേ നീ എന്തിനു കൂകിപ്പോയി? അതുകൊണ്ടല്ലേ പോകാൻ തിടുക്കം കൂട്ടുന്നിതൻ ഹൃദയേശ്വരൻ. ആ നീ ഇത്ര നിഷ്ഠുരനാ. അവിടെയും കോഴിക്കാണ് കുറ്റം. ഏതായാലും നേരം വെളുക്കും, കോഴി കൂകും. രമണൻ അവിടെ നിന്നാൽ അപകടമാണ്. രമണൻ പോയി. എന്നിട്ടും ഏകാന്ത കാമുക നിന്റെ രഹസ്യം ലോകം മുഴുവൻ നിറഞ്ഞുപോ. ആരവര രഹസ്യം അങ്ങാടിപ്പാട്ടായി. അതല്ലേടിച്ചല്ലേടിച്ച് ചന്ദ്രികയുടെ മാതാപിതാക്കളുടെ കർണങ്ങളിൽ എത്തിയത് ആരാണി? പുത്രൻ മുരളീധരൻ, അഭിനവ കാമദേവൻ, പെൺകുട്ടികളെ വഴിയാധാരമാക്കാൻ നടക്കുന്നവൻ. അവനെ തീർത്തു കിട്ടണം. അപ്പോഴേ അവൾക്ക് പള്ളിക്കൂടത്തിൽ പോകണമെന്നില്ലായിരിക്കും, കല്യാണം കഴിച്ചാൽ മതിയെന്നായിരിക്കും. അതുകൊണ്ട് കുടുംബത്തിന്റെ മാനം കാക്കണമെന്നുണ്ടെങ്കിൽ ഈ രുചിയേറിയാതെ അവരുടെ വിവാഹം നടത്താൻ നോക്ക്. കൂട്ടത്തിൽ ഒരാൾ ഉപദേശിച്ചു. ചന്ദ്രികയുടെ മാതാപിതാക്കൾ ആ വിവാഹം നടത്താൻ തീരുമാനിച്ചു. രമണന് കല്യാണം കഴിച്ചു കൊടുക്കാമെന്നല്ല. ചങ്ങമ്പുഴയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, നാണയക്കാട്ടിലെ ഒരു കുരങ്ങന്റെ കയ്യിലേക്ക് ചന്ദ്രികയാകുന്ന പൂമാല എറിഞ്ഞു കൊടുക്കുവാൻ തീരുമാനിച്ചു അവരുടെ മാതാപിതാക്കൾ. അതിന്റെ പരിണത ഫലം രമണനെ തനിക്ക് ഭർത്താവായി കിട്ടുകയില്ലെന്നറിഞ്ഞപ്പോൾ, രമണനെ ഇല്ലാതെ മറ്റൊരുത്തനെ വിവാഹം ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ചന്ദ്രിക ആകെ സ്തബ്ധയായി. ഒരു അർദ്ധരാത്രി സമയത്ത് ഒരു കുഠാരവുമായി അവൾ തന്റെ മുറിയുടെ വാതിലും ജനലുമെല്ലാം അടച്ചുപൂട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഈ പ്രണയത്തിന്റെ പ്രാരംഭ ദശയിൽ തന്നെ അതിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചവരാണ് രമണൻ. താനാണ് ചാടുക്തികൾ കൊണ്ട് അദ്ദേഹത്തെ തന്നിലേക്ക് അടുപ്പിച്ചത്. എന്നിട്ടും തന്നെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. വാസ്തവത്തിൽ പാരിലിത്തിക്കുണ്ടിയായി നിന്ന് ആ പൂത്ത പാരിജാതത്തെ കരിച്ചു കളഞ്ഞു ഞാൻ. എന്നിട്ടും ആരും ആരോപിപ്പതില്ല എന്നിൽ അല്പമവരാ. ആ പൂത്തിൽ നിന്ന പാരിജാത ചെടിയിൽ ഒരുത്തിക്കണ്ണിയായി പടർന്നു കയറി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവളാണ് താൻ. എന്നിട്ടും പണക്കാരന്റെ പുത്രിയായതുകൊണ്ട്, ജന്മിയുടെ മകളായതുകൊണ്ട് തന്നെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാ കുറ്റവും രമണന് തന്നെ. പക്ഷേ രമണനെ തനിക്ക് മറക്കാൻ സാധിക്കുമോ? രമണനെ അല്ലാതെ മറ്റൊരുത്തനെ വിവാഹം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. മറക്കാനോ? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. എന്തെന്റെ കയ്യിൽ കുടാരമോ, ചെന്നിണം ചിന്തുവാൻ വെമ്പി തുടിക്കും കുടാരമോ. ഞാൻ ദിവസമേ വന്നു ചേർന്നിതൊരഗ്നികുണ്ഡവുമായി നീ ഹോമിക്കും അതിലിട്ടു നീ ഇന്നൊരോമന സുമനസിനെ. ഹോമിക്കും അതിലിട്ടു നീ ഇന്നൊരോമന സുമനസിനെ. സന്യാസിയല്ല രമണൻ, ജിതേന്ദ്രിയനല്ല രമണൻ. അതുകൊണ്ട് ഈ വിവാഹ വാർത്തവൻ അറിയരുത്. അതാണ് മന്ത്രൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അത്യവകാശപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഓടിപ്പോകുന്നത് ആരാണ്? മാറിപ്പറന്ന തലമുടി, ഒരു മദ്യപനെ പോലെ വെച്ചുള്ള നടക്കം, ഇടയ്ക്ക് ഭ്രാന്തമായ പൊട്ടിച്ചിരി. ചന്ദ്രികയുടെ രമ്യഹർമ്മത്തിൽ നിന്നും ആ മംഗളദിനത്തിന്റെ മംഗളവാദ്യം മുഴങ്ങി കേൾക്കുമ്പോൾ രമണൻ അവൻ കാട്ടിലേക്ക് ഓടിക്കയറുന്നു. ചീവീടുകളുടെ ഭീകരമായ ശബ്ദം
തന്റെ കയ്യിലുള്ള കയർ അത് ആ ചാഞ്ഞു നിൽക്കുന്ന മരത്തിലേക്ക് എറിഞ്ഞു പിടിച്ചുകൊണ്ട് രമണൻ അവൻ എന്താണ് പറയുന്നത്? ഹൃദയ രക്തം കുടിച്ചു തടിച്ചിടും ഹൃദയ ശൂന്യ പ്രപഞ്ചമേ ഘോരമേ, മതി മതി നിന്റെ ഗർജനം, ആഹാ തുടിക്കുന്നു മന്മനം, ദഹിച്ചു വീഴുന്നു ഞാൻ. മണിമുഴക്കം ആ സമയമായി മാറണം, മണിമുഴക്കം മുഴങ്ങുന്നു. എന്റെ സങ്കല്പങ്ങൾക്ക് ചിറകു വിരിപ്പിച്ച സന്മോഹനഭൂമി, പ്രിയകരങ്ങളെ, നീലമലകളെ, കുയിലുകൾ സദാ പാടും വനങ്ങളെ, മഹിയിൽ ഇമ്മട്ട് ഞാൻ വിട്ടേച്ചു പോകുന്നു നിങ്ങളെ. മണിമുഴക്കം ആ സമയമായി മാറണം, മണിമുഴക്കം മുഴങ്ങുന്നു കേൾക്കുമേ, മണിമുഴക്കം ആ മരണദിനത്തിന്റെ മണിമുഴക്കം മുഴങ്ങുന്നു കേൾക്കുമേ. മറന്നിട്ടല്ല മകന, നിന്നെ മറക്കാൻ എനിക്കാവുമോ അനുജ? നീ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തരുത്. കാരണം എന്നേക്കാൾ എന്നെ അറിയുന്നവരാണ് നീ. അതുകൊണ്ട് അനുജ, മദന, യാത്ര ചോദിക്കുന്നു ഞാൻ, മാപ്പ് തരും. മണിമുഴക്കം ആ സമയമായി മാറണം, മണിമുഴക്കം മുഴങ്ങുന്നു കേൾക്കുമേ, മണിമുഴക്കം ആ മരണം. നീ എങ്ങു പോയി? സമയം ഇന്നേറെ കഴിഞ്ഞു പോയി. രമണ രമണ നീ എങ്ങു പോയി? നീ എവിടെയാണ്? ഞാൻ വിളിച്ചിട്ട് ഈ ആളുകൾ വരുന്നില്ല. സമയമായി. കുലത്തിലേക്കും ചന്ദ്രിക, പതിവ്രത ശിഖാമണി ചന്ദ്രിക, ചന്ദ്രികയല്ല വിഷമയ ധൂമിക ചിന്തുന്ന ധൂമകേതുവാണു നീ. മദീനിൻ സുദൃഢ പ്രതിജ്ഞയും കുബേരത്വം ലജ്ജയില്ലല്ലോ നിനക്ക്. നീ നോക്കുക നീ ജഡം, ഈ ജഡം, നീ ജഡത്തെ അറിയുമോ? ഒരിക്കൽ പുല്ലാണിപ്പണം അവൻ തൻ കൊച്ചു പുല്ലാങ്കുടനുമായി നോക്കിടുമ്പോൾ എന്ന് നീ ആരുടെ പ്രേമഗീതത്തെ പറ്റി പാടിയോ? ആരെ കുറിച്ച് നീ വർണ്ണിച്ചുവോ? ഈ ജഡം, നീ ജഡത്തെ അറിയുമോ? ഇല്ല, നീ അറിയില്ല. നിന്നെപ്പോലുള്ള ഒരുത്തികളും അറിയണ്ട. പക്ഷേ രമണ, അതുല്യ കലാകാര, അത്യുജ്വല മുരളീ ഗായക, ചന്ദ്രിക നിന്നെ തിരസ്കരിച്ചെങ്കിലും മണ്ണിൽ നീ എന്നേക്കുമായി മറഞ്ഞെങ്കിലും നിന്നാമം അലയടിച്ചാർത്തിയിലും സുന്ദര കാവ്യാന്തരീക്ഷത്തിൽ എപ്പോഴും. അങ്ങനെ രമണന്റെ കഥ ദുഃഖപര്യവസായിയായി. വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ല, സംസ്കാരമില്ലാഞ്ഞിട്ടല്ല. ഈ കഥയുടെ പ്രാരംഭത്തിൽ നാം തുടങ്ങി വെച്ച 2 വരികൾ എന്താണത്? നാണയത്തുക നോക്കി മാത്രം വേണുഗോപാലനെ കൽപ്രണയ വൃന്ദാവനത്തിൽ നാട്ടിയോടിച്ച ലോകമേ. നീയും കൊള്ളാം നിന്റെ നീതിയും കൊള്ളാം നീചവിത്ത പ്രതാപമേ. നീയും കൊള്ളാം നിന്റെ നീതിയും കൊള്ളാം നീച വിത്ത പ്രതാപമേ.